Hi all, CE 308 Transportation Engineering 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 2-ൽ നിന്നുള്ള ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ നാഷണൽ ഹൈവേ പാസിംഗ് ത്രൂ എ റോളിംഗ് ടെറൈൻ ഇൻ എ ഹെവി റെയിൻഫോൾ ഏരിയ ഹാസ് എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 500 meter. Design the length of transition curve assuming suitable data from IRC. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ഡേറ്റ ആയിട്ട് തന്നിട്ടുള്ളത് ആകെ കൂടി റേഡിയസ് ക്യാപിറ്റൽ R 500 ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ഡേറ്റയും IRCക്ക് അനുസരിച്ച് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, നാഷണൽ ഹൈവേ ആണെന്ന് പറയുന്നുണ്ട്, റോളിംഗ് ടെറൈനിലാണ് പാസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് നമുക്ക് ഡിസൈൻ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ടേബിളിൽ നിന്ന് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഡിസൈൻ സ്പീഡ് കണ്ടുപിടിക്കുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്കിതിൽ കിട്ടിയിട്ടില്ലാത്തത് സൂപ്പർ എലിവേഷൻ്റെ വാല്യൂസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു നോട്ടായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, ദ ഡിസൈറബിൾ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ബൈ വിച്ച് ദ ഔട്ടർ എഡ്ജ് ഓഫ് എ പേയ്മെൻറ്റ് മസ്റ്റ് ബി റേസ്ഡ് ഈസ് 1 in 150. അതായത് ഈ ക്വസ്റ്റ്യനിൽ സൂപ്പർ എലിവേഷൻ ചെയ്യാനായിട്ട് ഇന്നർ എഡ്ജ് എബൌട്ടാണോ ഔട്ടർ എഡ്ജ് എബൌട്ടാണോ അതോ സെൻട്രൽ ലൈനിന് എബൌട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ മോസ്റ്റ്ലി അത് പഠിച്ചപ്പോൾ എന്താണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് ഇന്നർ എഡ്ജിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഔട്ടർ എഡ്ജ് ഓഫ് എ പേയ്മെൻറ്റ് മസ്റ്റ് ബി റേസ്ഡ്. ഔട്ടർ എഡ്ജ് റേസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഇന്നർ എഡ്ജിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ സൂപ്പർ എലിവേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നർ എഡ്ജിന് എബൌട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ എടുക്കേണ്ടത് ഡിഫോൾട്ടായിട്ട് 1 in 150 ആണ് എടുക്കേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും 1 in 150 നമ്മൾ അസ്യൂം ചെയ്യുക. ഇനി ഓൾസോ ഇൻ certain കേസസ് സച്ച് ആസ് ബിൽറ്റ് അപ്പ് ഏരിയാസ് ആൻഡ് ഹില്ലി റോഡ്സ് ദ വാല്യൂ മേ ബി ചേഞ്ച്ഡ് ടു 1 in 100 ആൻഡ് 1 in 60 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ബിൽറ്റ് അപ്പ് ഏരിയാസിനാണെങ്കിൽ 1 in 100ഉം ഹില്ലി റോഡ്സിനാണെങ്കിൽ 1 in 60ഉം എടുക്കാൻ IRC റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ഏതെങ്കിലും കണ്ടീഷൻസ് ആണെങ്കിൽ ഈ വാല്യൂസ് തന്നെ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റാസ് എഴുതാം. ഗിവൺ R is equal to 500 meter. റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ എത്രയാണ്, 1 in 150 ആണ്. റീസൺ എന്താണ്, നമുക്കത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നർ എഡ്ജിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാല്യൂ IRC പറയുന്നത് 1 in 150 ആണ്. ഓക്കെ, ഇനി ഡിസൈൻ സ്പീഡ് വിൻ്റെ വാല്യൂ അത് നമ്മൾ ആ ടേബിളിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ടേബിൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഏത് ടൈപ്പ് റോഡാണെന്ന് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കണ്ടീഷൻ പ്ലെയിൻ ആണോ റോളിംഗ് ആണോ ഹില്ലി ആണോ സ്റ്റീപ്പാണോ എന്നനുസരിച്ച് ഡിസൈൻ സ്പീഡാണ് ഈ ടേബിളിൽ കാണുന്നത്. അപ്പം നമ്മുടെ ടൈപ്പ് ഏതാണ്, നമ്മുടേത് നാഷണൽ ഹൈവേ ആണ്. എങ്ങനത്തേതാണ്, റോളിംഗ് ടെറൈൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സ്പീഡ് 80 to 65 meter ആണെന്ന് ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ V ആയിട്ട് കൊടുക്കുന്നത് 80 km/h ആണ്. ആ ടേബിളിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഫോർ റോളിംഗ് ടെറൈൻ നാഷണൽ ഹൈവേ ആസ് പെർ IRC. ഇനി വിഡ്ത്ത് ഓഫ് റോഡ് എത്രയാണ്, 7 meter. ഓക്കെ, വിഡ്ത്ത് ഓഫ് റോഡ് W1 അല്ല W എന്ന് എഴുതിയാലും മതി. അപ്പോൾ വിഡ്ത്ത് ഓഫ് റോഡ് W എത്രയാണ്, 2 lane റോഡ് 3.5 വെച്ച് 7 meter ആണ് വിഡ്ത്ത് ഓഫ് റോഡ്. ഇനി നമുക്ക് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന 3 കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ, ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ, അതുപോലെ മിനിമം ലെങ്ത് ആസ് പെർ IRC. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കാം. കേസ് 1 ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. നമ്മുടെ ഇക്വേഷൻ എന്താണ്, C = 80/75 + V. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 80/75 + 80 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏതിലാണ്, km/h. അത് ചെയ്യുമ്പോൾ നമുക്ക് Cൻ്റെ വാല്യൂ 0.15 എന്ന് കിട്ടി. ഇനി ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് ക്യാപിറ്റൽ L = V³/CR ആണ്. അപ്പോൾ Vൻ്റെ വാല്യൂ എത്രയാണ്, ആ 80 km/h നമ്മൾ m/s ആക്കുകയാണ്. 80 × 5/18 അതായത് 22.22 m/s. അപ്പോൾ 22.22 the whole cube divided by 0.51 × 500. അത് ചെയ്യുമ്പോൾ നമുക്ക് 43 meter ആണ്.
ഫസ്റ്റ് കണ്ടീഷനിൽ ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് കിട്ടി. ഇനി സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ബേസ്ഡ് ഓൺ ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. അപ്പോൾ സൂപ്പർ എലിവേഷന് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഡിസൈൻ കണ്ടുപിടിക്കാൻ നമ്മൾ സൂപ്പർ എലിവേഷൻ ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? F=0 എന്ന് അസ്യൂം ചെയ്യണം. V = 0.75 V എന്നും അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈൻ്റെ ഇക്വേഷൻ എന്തായി? ഈ ഡിസൈൻ ഈക്വൽസ് 0.75 V the whole square divided by GR. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.75 × 22.22 the whole square divided by 9.81 × 500. അപ്പോൾ നമുക്ക് ഈ ഡിസൈനിൻ്റെ വാല്യൂ 0.056 എന്നാണ് കിട്ടിയത്. ഇനി നമ്മുടെ ഈ മാക്സിൻ്റെ വാല്യൂ എന്താണ്? 0.07 ആണ്. ഈ മാക്സ് ഈക്വൽസ് 0.07 ആണ് ഈ മാക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ഡിസൈൻ്റെ വാല്യൂ 0.056 ആണ്. അത് ലെസ് ദാൻ 0.07. ഈ ഡിസൈൻ ലെസ് ദാൻ ഈ മാക്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചൂസ് ചെയ്യേണ്ട ഈ ഏതാണ്? ഈ ഈക്വൽസ് ഈ ഡിസൈനാണ്. ഈ ഈക്വൽസ് ഈ ഡിസൈൻ. അപ്പോൾ നമുക്ക് ഈയുടെ വാല്യൂ കിട്ടി 0.056. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സൂപ്പർ എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാര്യം ഈ ഡിസൈൻ ലെസ് ദാൻ ഈ മാക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസൈൻ തന്നെ നമുക്ക് സൂപ്പർ എലിവേഷനായിട്ട് എടുക്കാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഇ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റൽ ഇ ഈക്വൽസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ബി ആണ്. ഇതിൽ ക്യാപിറ്റൽ ബിയുടെ വാല്യൂ എന്താണ്? W + WE ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇ ഈക്വൽസ് ഇ ഇൻറ്റു W + WE. ഇനി നമുക്ക് WE അറിയോ? WE എന്താണ്? എക്സ്ട്രാ വൈഡനിങ് ഓഫ് റോഡാണ്. അത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? NL² / 2R + V/9.5 √R. അതിൽ N എന്താണ്? N = 2 ആണ്. 2 ലൈൻ റോഡാണ്. അപ്പോൾ 2 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി എല്ലിൻ്റെ വാല്യൂ എന്താണ്? 6 മീറ്റർ. അതും നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ ആണ്. ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണ്? 7 മീറ്റർ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × 6² / 2 × 500 + 80/9.5 √500. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വൈഡനിങ്ങിൻ്റെ വാല്യൂ 0.442 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ, അതായത് സൂപ്പർ എലിവേഷൻ വെച്ച് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കുന്നതിൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ ഇക്വേഷൻ എന്താണ്? L = NE. ഏത് കേസിലാണ് L = NE എടുക്കേണ്ടത്? ഇന്നർ എഡ്ജിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ L = NE ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോഴേ നോട്ടായിട്ട് പറഞ്ഞു ഇന്നർ എഡ്ജിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സൂപ്പർ എലിവേഷൻ 1/150 ആയിട്ട് എടുത്തത്. അപ്പോൾ L = NE എന്നാണ് ഇക്വേഷൻ. L = ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 150 ആണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു സ്ലോപ്പ് എന്ന് പറയുന്നത്, സൂപ്പർ എലിവേഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 1/150 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ N 150 ആണ്. അതുപോലെ ക്യാപിറ്റൽ ഇ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ക്യാപിറ്റൽ ഇ കണ്ടുപിടിച്ചിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. L = NE എന്ന ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ N കണ്ടുപിടിച്ചു. N നമുക്കറിയാം 150 ആണെന്ന്. ഇനി നമുക്ക് ക്യാപിറ്റൽ ഇ ആണ് വേണ്ടത്. ക്യാപിറ്റൽ ഇയുടെ ഇക്വേഷൻ E × B. ക്യാപിറ്റൽ E = E × B. അതിൽ B എന്ന് പറയുന്നതാണ് W + WE. അതിൽ എക്സ്ട്രാ വൈഡനിങ് WE നമ്മൾ കണ്ടുപിടിച്ചു 0.442. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ കിട്ടുന്നത് E = ക്യാപിറ്റൽ E × B ഈക്വൽസ് ക്യാപിറ്റൽ ഇയുടെ വാല്യൂ എത്രയാണ്? സ്മോൾ ലെറ്റർ ഇയുടെ വാല്യൂ എത്രയാണ്? 0.056. അതായത് ഈ ഡിസൈൻ ഇൻറ്റു B എന്താണ്? W + WE. അത് ചെയ്യുമ്പോൾ നമുക്ക് 7.4 സംതിങ് എന്ന് കിട്ടും. 7.442 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്
ക്യാപിറ്റൽ ഇയുടെ വാല്യൂ കിട്ടുന്നത് 0.418 എന്നാണ്. 0.418. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? L ഈക്വൽ ടു NE. ഇതെങ്ങനെയാണ് വന്നത്? ഇന്നർ എഡ്ജിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇക്വേഷൻ L ഈക്വൽ ടു NE ആണ്. സെൻട്രൽ ലൈനിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ L ഈക്വൽ ടു NE/2 ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം 150 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിലും ഇന്നർ എഡ്ജിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 150 ആണ് വാല്യൂ എടുക്കേണ്ടത്. ഇൻറ്റു ക്യാപിറ്റൽ ഇയുടെ വാല്യൂ എത്രയാണ്? 0.418. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 62.51 മീറ്റർ എന്ന ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തേർഡ് കേസ് നോക്കാം. ബേസ്ഡ് ഓൺ മിനിമം ലെങ്ത് ആസ് പെർ IRC. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? L ഈക്വൽസ് 2.7 V²/r. ഇവിടെ V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് km/hലാണ്. 2.7 × 80²/500 ഈക്വൽസ് 34.56 മീറ്റർ. ഇനി നമ്മൾ 3 കണ്ടീഷൻ അപ്ലൈ ചെയ്തു, 3 ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്തിൻ്റെ വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി ഏതാണ് നമ്മൾ കൊടുക്കേണ്ട ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്? മാക്സിമം ഓഫ് ദീസ് 3 വാല്യൂസ്. ഈ 3 വാല്യൂസിലെ അല്ലെങ്കിൽ 3 കണ്ടീഷൻ കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂസിൽ ഏതാണോ മാക്സിമം അതാണ് നമ്മുടെ ട്രാൻസിഷൻ കർവിൻ്റെ ഫൈനൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തപ്പോൾ 43 ആയിരുന്നു, സെക്കൻഡിൽ 62.51, തേർഡ് വൺ 34.56. അപ്പോൾ ഏതാണ് മാക്സിമം? 62.51 ആണ് മാക്സിമം. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൊഡ്യൂൾ 2 എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നു. സൂപ്പർ എലിവേഷൻ, ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, അതുപോലെ തന്നെ എക്സ്ട്രാ വൈഡനിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തു, പ്രോബ്ലംസും ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് വരുന്ന ടൈപ്പ് പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. By aligning a highway in a built-up area, it was necessary to provide a horizontal circular curve of radius 325 meter. The design speed is 65 km/h. Length of wheelbase of largest truck is 6 meter and width of pavement is 10.5 meter. Design the following geometric features: A. Super elevation, B. Extra widening, C. Length of transition curve. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 3 കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ആദ്യം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? സർക്കുലർ കർവിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതായത് ക്യാപിറ്റൽ R അറിയാം 325 മീറ്റർ. ഡിസൈൻ സ്പീഡ് ക്യാപിറ്റൽ V അറിയാം 65 km/h. ലെങ്ത് ഓഫ് വീൽ ബേസ് L തന്നിട്ടുണ്ട് 6 മീറ്റർ. വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് അതായത് W തന്നിട്ടുണ്ട് 10.5 മീറ്റർ. നമുക്ക് ഗിവൺ ഡേറ്റ എല്ലാം എടുത്തെഴുതി ഇവിടെ. ഇനി നമുക്ക് ഗിവൺ ഡേറ്റാസ് എല്ലാം ഇവിടെ എടുത്തെഴുതി. ഇനി നമുക്ക് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാം. അതിനു മുന്നേ V അതായത് ഡിസൈൻ സ്പീഡ് 65 km/h ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിലാക്കാൻ നമ്മൾ ഇൻറ്റു 5/18 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 18.05 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ A പാർട്ട് ചെയ്യാം. A പാർട്ട് എന്താണ്? സൂപ്പർ എലിവേഷനാണ്. സൂപ്പർ എലിവേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്പ് 1ൽ നമ്മൾ എന്തൊക്കെ അസംഷൻസാണ് എടുത്തത്? F ഈക്വൽസ് 0 എന്നെടുത്തു, അതുപോലെ V ഈക്വൽസ് 0.75 × V എന്നും അസ്യൂം ചെയ്തു. ഓക്കെ, ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? E ഈക്വൽസ് 0.75 V ² GR എന്നായി ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.75 × 18.05 9.81 × 325 ഈക്വൽസ് 0.057 എന്നാണ് നമുക്ക് സൂപ്പർ എലിവേഷൻ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പോൾ കിട്ടിയ സൂപ്പർ എലിവേഷൻ ഏതാണ്? ഈ ഡിസൈനാണ്. ഓക്കെ, ഈ ഡിസൈനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മുടെ ഇ മാക്സിൻ്റെ വാല്യൂ എന്താണ്? ഇ മാക്സ് ഈക്വൽസ് 0.07 ആണ് ഇ മാക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ഡിസൈൻ ലെസ് ദാൻ ഇ മാക്സ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കണ്ടീഷൻ വന്നാൽ നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് 1 വരെ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 വെച്ച് നമ്മളിത് നിർത്തി. അപ്പോൾ ഇൻ്റെ വാല്യൂ ഏതാണ് എടുക്കേണ്ടത്? ഇ ഈക്വൽസ് ഇ ഡിസൈൻ ഈക്വൽസ് 0.057. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ A പാർട്ട് കഴിഞ്ഞു, നമ്മൾ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്തു.
ഇനി ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്താണ്? എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. WE = NL²/2R + V/9.5 √R. ഇനി സ്മോൾ ലെറ്റർ n നമുക്കറിയാമോ? n = എന്താണ്? നമ്പർ ഓഫ് ലൈൻസ് ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വിഡ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 10.5 എന്ന് നമുക്ക് ടോട്ടൽ വിഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് എത്ര വരും? നമ്മൾ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പറഞ്ഞതാണ്. 3.5 വെച്ച് ഒരു ലൈനിന് കൊടുക്കുമ്പോൾ 3 ലൈൻ റോഡായിരിക്കും 10.5 വിഡ്ത്ത് ഉണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി, നമ്പർ ഓഫ് ലൈൻസ്. ഇനി എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം. റിജിഡ് വീൽ ബേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 മീറ്റർ. ഇനി ആറിൻ്റെ വാല്യൂ അറിയാം 325. വിയുടെ വാല്യൂ അറിയാം km/hൽ 65 ആണ്. /9.5 √R. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.536 മീറ്റർ എന്നാണ് എക്സ്ട്രാ വൈഡനിങ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ സി പാർട്ടിലേക്ക് പോവാം. സി പാർട്ട് എന്തായിരുന്നു? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ 3 സ്റ്റെപ്പ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ, ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ, ബേസ്ഡ് ഓൺ മിനിമം ലെങ്ത് ആസ് പെർ IRC. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. നമ്മുടെ ഇക്വേഷൻ C = 80/75 + V എന്നെടുത്തു. ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 80/75 + 65 = 0.57 എന്ന് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? V³/CR ആണ്. ഇവിടെ നമ്മൾ V m/s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 18.05 / 0.57 × 325. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് 31.74 എന്നാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കിട്ടുന്നത്. നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ നമ്മൾ മുന്നേതാ ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൽ നമ്മൾ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്തതാണ്. സ്മോൾ ലെറ്റർ ഇയുടെ വാല്യൂ 0.057 എന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നുകൂടി ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ ഡിസൈൻ ഈക്വൽസ് 0.057. ഇനി എന്നിൻ്റെ വാല്യൂ എത്രയാണ്? n ഈക്വൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? ബിൽറ്റപ്പ് ഏരിയയിലാണെന്ന് പറയുന്നുണ്ട്. അതാ നോക്കൂ, ബൈ അലൈനിങ് എ ഹൈവേ ഇൻ എ ബിൽറ്റപ്പ് ഏരിയ. അപ്പോൾ ബിൽറ്റപ്പ് ഏരിയ ആണെങ്കിൽ നമ്മളവിടെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിൻ്റെ വാല്യൂ 100 ആണ്. 1 in 100 ആണ് അവിടെ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഗിവൺ ഡേറ്റ അല്ല, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ബിൽറ്റപ്പ് ഏരിയ ആണെങ്കിൽ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ക്യാപിറ്റൽ N 100 ആണ്, അല്ലെങ്കിൽ 1 in 100 ആണ് എടുക്കേണ്ടത്. ഇനി ഹില്ലി റോഡാണെങ്കിൽ 1 in 60 ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നർ എഡ്ജ് അബൌട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 in 150 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ബിൽറ്റപ്പ് ഏരിയ ആണ്, അപ്പോൾ 1 in 100 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ N = 100 എന്ന് എടുത്തു. ഇനി നമുക്ക് WEയുടെ വാല്യൂ അറിയാം. സ്റ്റെപ്പ് സെക്കൻഡ് പാർട്ടിൽ, ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ WE കണ്ടുപിടിച്ചു 0.536 മീറ്റർ. ഓക്കെ, ഇനി ഈ സ്റ്റെപ്പിൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? L = നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? L = NE/2 ആണ്. ഇനി ഇതിൽ ക്യാപിറ്റൽ E എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ E × ക്യാപിറ്റൽ ലെറ്റർ B ആണ്. ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറയുന്നത് W + WE ആണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, L = NE/2. ഇതെല്ലാം കൂടി ഒറ്റ ഇക്വേഷനായി എഴുതിയിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ ആദ്യം B കണ്ടുപിടിക്കുകയാണെങ്കിൽ W + WE, അത് ചെയ്യുമ്പോൾ 10.5 + 0.536 ക്യാപിറ്റൽ B 11.379 എന്ന് കിട്ടും.
ക്യാപിറ്റൽ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻറ്റു സ്മോൾ ലെറ്റർ ഇ എത്രയാണ് 0.057, അത് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ ഇ കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഇയുടെ വാല്യൂ വരുന്നത് 0.648 ആണ്. ഇനി n നമുക്കറിയാം, ഇ അറിയാം. അപ്പോൾ നമുക്ക് നേരെ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, ഇത് അതെല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് 31.45 മീറ്റർ എന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അതെന്താണ്? ബേസ്ഡ് ഓൺ മിനിമം ലെങ്ത് ആസ് പെർ IRC ഇക്വേഷൻ L equal to 2.7 V square by R, 2.7 into 65 square by 325, 35.1 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ 3 കണ്ടീഷനും അപ്ലൈ ചെയ്തു. അപ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ ഫൈനൽ വാല്യൂ എത്രയാണ്? 3 വാല്യൂസിൽ ഏതാണോ മാക്സിമം അതാണ് നമ്മൾ ഫൈനലായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ, അതായത് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ്റെ കേസിൽ 31.74 ആണ്. സൂപ്പർ എലിവേഷൻ്റെ കേസിൽ 31.45 ആണ്. ഇനി മിനിമം ലെങ്ത് ആസ് പെർ IRCയിൽ 35.1 ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് മാക്സിമം? 35.1 ആണ് മാക്സിമം. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഈക്വൽസ് 35.1 മീറ്റർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റും ബേസിക്കും ആയിട്ടുള്ള 3 ടോപ്പിക്സ് ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹായ് എവ്രി വൺ. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ഔട്ട് the length of transition curve passing through plain terrain for a 2-lane pavement with an extra widening of a horizontal curve of radius 200 meter. The design speed is 60 km per hour. Width of pavement on straight structures 7 meter and super elevation provided is 0.07. Assume that the pavement is rotated about center line at the rate of 1 in 100. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് മാത്രം ഡിസൈൻ ചെയ്യാനാണ്. ആദ്യം നമുക്ക് പ്ലെയിൻ ടെറൈൻ ആണെന്ന് തന്നിട്ടുണ്ട്, 2 ലൈൻ പേയ്മെൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് സ്മോൾ ലെറ്റർ n 2 ആണ്. എക്സ്ട്രാ വൈഡനിങ് പറഞ്ഞിട്ടില്ല. റേഡിയസ് തന്നിട്ടുണ്ട്, കർവിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R തന്നിട്ടുണ്ട്. ഡിസൈൻ സ്പീഡ് ക്യാപിറ്റൽ V തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് W തന്നിട്ടുണ്ട് 7 മീറ്റർ. സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ സ്മോൾ ലെറ്റർ E തന്നിട്ടുണ്ട് 0.07. സെൻട്രൽ ലൈൻ അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പിൽ NE/2 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എവിടെ? സൂപ്പർ എലിവേഷൻ കൊടുക്കുന്ന രണ്ടാമത്തെ കേസിൽ സെൻട്രൽ ലൈൻ അബൌട്ടായിട്ടാണ് റൊട്ടേഷൻ എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ L equals NE/2 ആണ്. പിന്നെ എന്താ പറയുന്നത്? റേറ്റ് 1 in 100 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ N 100 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മൾ ഗിവൺ ഡേറ്റാസ് എല്ലാം എടുത്തെഴുതി. ഇനി V നമുക്ക് 60 km/hലാണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഇൻറ്റു 5/18 ചെയ്യുന്നു. നമുക്ക് 16.67 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിഷൻ കർവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന 3 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ, ബേസ്ഡ് ഓൺ ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ, മിനിമം ലെങ്ത് ആസ് പെർ IRC. ഓക്കെ, ഓരോ കണ്ടീഷനായിട്ട് കൊടുക്കാം. ആദ്യത്തേത് ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. അവിടുത്തെ ഇക്വേഷൻ എന്താണ്? C equals 80/75 + V, അതായത് 80/75 + 60. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.59 എന്ന് സിയുടെ വാല്യൂ കിട്ടി. L equals V³/CR ആണ്. ഇവിടെ വിയുടെ വാല്യൂ മീറ്റർ പെർ സെക്കൻഡിലാണ് കൊടുക്കേണ്ടത്. 16.67 the whole cube divided by 0.59 into 200.
അതായത് 39.25 മീറ്റർ എന്നാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കിട്ടിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാം. ബേസ്ഡ് ഓൺ ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. ഇത് സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് E = 0.07 എന്ന്. അപ്പോൾ നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? L = NE/2 ആണ്. അതിൽ ക്യാപിറ്റൽ ലെറ്റർ E എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ E × B ആണ്. ക്യാപിറ്റൽ E = സ്മോൾ e × B ആണ്. ഇനി B എന്ന് പറയുന്നത് എന്താണ്? W + WE ആണ്. വിഡ്ത്ത് പ്ലസ് എക്സ്ട്രാ വൈഡനിങ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ഒറ്റ ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുകയാണ്. N × സ്മോൾ ലെറ്റർ E/2 × W + WE. ഇനി നമ്മളിവിടെ L = NE/2 എടുക്കേണ്ട കാര്യം എന്താണ്? റൊട്ടേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ലൈനിന് എബൌട്ട് ആയിട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ L = NE ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് WE അറിയത്തില്ല, എക്സ്ട്രാ വൈഡനിങ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. WE = NL² / 2R + V/9.5 √R. ഇനി L എന്താണ്? ലെങ്ത് ഓഫ് റിജിഡ് വീൽ ബേസ് ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ 6 ആയിട്ട് എടുക്കുക. ഇനി N സ്മോൾ ലെറ്റർ N, നമ്പർ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട് 2. ഇനി ക്യാപിറ്റൽ R അറിയാം 200, വിയുടെ വാല്യൂ അറിയാം 60. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വൈഡനിങ് 0.62 മീറ്റർ എന്ന് കിട്ടും. ഇനി അത് നമ്മുടെ ലെങ്തിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 26.67 മീറ്റർ എന്നാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. ബേസ്ഡ് ഓൺ മിനിമം ലെങ്ത് ആസ് പെർ IRC. അവിടെ ഇക്വേഷൻ എന്താണ്? L = 2.7 V²/R. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 2.7 × 60² / 200. അത് ചെയ്യുമ്പോൾ നമുക്ക് 48.6 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഈ 3 കണ്ടീഷനിൽ മാക്സിമം വാല്യൂ വരുന്നതിനാണ്. മാക്സിമം വാല്യൂ ഏതാണ്? 48.6 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സിമിലർ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. താങ്ക് യു.